ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിയിരുന്ന സമുദായ സംഘടനകൾ മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് തീരുമാനിക്കാമെന്നാണ് NSSും SNDPയും ഇന്ന് അറിയിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ എങ്ങനെയായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം, കോൺഗ്രസിലെ ഓരോ നേതാക്കളെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. സതീശനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് VD സതീശനെ പുകഴ്ത്തി സംസാരിക്കുന്നതും കേട്ടു. തെരഞ്ഞെടുപ്പിന് മുൻപ് UDFനെതിരെയും VD സതീശനെതിരെയും പരസ്യമായി രംഗത്ത് വന്ന NSSും SNDPയും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ചുവട് മാറ്റുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വന്നാലും അംഗീകരിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അതിനൊപ്പം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശന്റെ പ്രവർത്തനങ്ങൾക്ക് വെള്ളാപ്പള്ളി ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അത് 5 കൊല്ലം വിരൽ ചൂണ്ടിരുന്നുകൊണ്ട് പ്രഗത്ഭമായ രീതിയിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള ആ പ്രവൃത്തി അദ്ദേഹം ചെയ്തു എന്നുള്ളത് നേരെ തന്നെയാണ്. KC വേണുഗോപാലിനെയും വെള്ളാപ്പള്ളി നടേശൻ ആവോളം പുകഴ്ത്തുന്നുണ്ട്. കേരളത്തിലെ UDFന്റെ വിജയത്തിന്റെ ശില്പി അത് KC ആണെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ എത്തില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കേറെ വില ഇന്ന് കോൺഗ്രസിനകത്ത് സെൻട്രലിലുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ശില്പി അദ്ദേഹം തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന 3 നേതാക്കളെയും പിണക്കാതെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് തന്റെ വാർത്താ സമ്മേളനം പൂർത്തിയാക്കിയത്. VD സതീശനേക്കാളും KC വേണുഗോപാലിനേക്കാളും ഭരണ മികവുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഏറെ നാൾ പ്രവർത്തന പാരമ്പര്യം പരിചയമുള്ള ആള്, മെയ്വഴക്കമുള്ള ആള്, എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള നയവും നയജാതിരയുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നതായി NSSും തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ആര് മുഖ്യമന്ത്രിയാക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നും ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. വ്യക്തിപരമായിട്ട് ഞാൻ ചെന്നിത്തല യോഗ്യനാണ് ഇല്ലെന്ന് പറഞ്ഞില്ല. ചീഫ് മിനിസ്റ്ററുടെ കാര്യം തീരുമാനിക്കേണ്ട കോൺഗ്രസ് നേതൃത്വമാണ്. ഈ ആര് മുഖ്യമന്ത്രിയാകണം, ഈ 3 പേരിൽ ആര് മുഖ്യമന്ത്രിയാകണം, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകമായ ചോയ്സ് ഒന്നുമില്ല. ആരെ വേണേ ആയിക്കോട്ടെ, ആരെ വേണേ അവർ തിരഞ്ഞെടുത്തോട്ടെ, പക്ഷെ അർഹത നോക്കി വേണം തെരഞ്ഞെടുക്കാൻ. എന്തായാലും VD സതീശനെതിരെ NSSും SNDP നടത്തുന്ന പതിവ് ആക്രമണത്തിന്റെ മൂർച്ച ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ സതീശന്റെ പങ്ക് സമുദായ നേതാക്കൾ മനസ്സിലാക്കുന്നുവെന്ന് വേണം കരുതാൻ. കോട്ടയത്ത് നിന്ന് ഷിനോസ് ടി, മാതൃഭൂമി ന്യൂസ്.